ചേച്ചി ചേച്ചി എന്നും അമ്പലത്തിൽ പോവോ? ഇല്ല. ഇന്ന് എന്താ വിശേഷം? ആരെങ്കിലും പിറന്നാളാണോ? ഇന്ന് ഞങ്ങളുടെ രവിച്ചേട്ടന്റെ പിറന്നാളാണ്. ഊണ് കഴിക്കാൻ ചേച്ചി വരുമോ? രാമുണ്ണി മാഷിനെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. സുഖം തന്നെയല്ലേ? അച്ഛന് നല്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഭാഗ്യമന്ദിരത്തിലെ ഭാഗ്യവുമായി ചോദിച്ചെന്ന് വാദ്യാരോട് പറഞ്ഞേക്കണം. നടന്നാട്ടെ. വരട്ടെ. ആ വാദ്യാരിന് കഷ്ടപ്പെടാതിരിക്കണേ ഉള്ളൂ. എന്താ? അയാള് പച്ചതീഞ്ഞല്ലായിരുന്നോ? 1ാം ക്ലാസ്സിൽ 5-6 കൊല്ലം ഞാനും പഠിക്കുക. തൊടയിലെ മുണ്ടങ്ങൾ നീക്കിയിട്ട് മണല് കൂട്ടിയല്ലേ തിരുമണത്. ഒരു ദിവസം ഞാൻ അയാളുടെ കയ്യിൽ മൂത്രമൊഴിച്ചു. അയാളതിനെ അനുഭവിക്കാണ്ടിരിക്കില്ല. ശരിക്കും പഠിക്കാഞ്ഞിട്ടല്ലേ പിച്ചി അടിക്കൊക്കെ ചെയ്തത്? എന്നിട്ട് ഞാൻ പഠിച്ചോ? ഒടുവിൽ അയാൾ തന്നെ തോറ്റു. എന്നിട്ട് ഒരു ദിവസം അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, എന്റെ പൊന്നുമോനെ അപ്പുകൂട്ടാ, നീ പഠിക്കാൻ വരണ്ട, നീ ഗുണം പിടിക്കില്ല. അമ്പോ മഹാദേവ ഗുരുവായൂരപ്പ ഭഗവാനേ. അമ്പലത്തിലേക്കാണോ? അതെ. അമ്മയും രമയും പോകുന്ന കണ്ടു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേരാണ്. രമ എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. വരുമോ? വരാം. നടയടയ്ക്കാറായി, വേഗം പോകും. ഇത്ര നേരം നീ എവിടെയായിരുന്നാ? നട അടയ്ക്കുന്നതിന് പോയി തൊഴിച്ചിട്ട് വാ. ഇവിടെ വാ, ഇപ്പഴത്തെ വാ. നിനക്ക് എവിടെ നിന്നാ ചന്ദനം കിട്ടിയത്? കുളിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് ചന്ദനം തൊട്ടു. പ്രസാദം തൊട്ടാണ് അമ്പലത്തിൽ വരുന്നത്. അധിക പ്രസംഗി. ഇവനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയിട്ട് എന്താ ഫലം? വിവരം വേണ്ടേ? സ്കൂളിലെ ടീച്ചറാണ് അത്രേ. ഇവൻ പഠിപ്പിക്കുന്ന പിള്ളേർ എങ്ങനെ നന്നാവും? ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? അത് പറയരുത്. തെറ്റ് തന്നെയാണ്. അമ്മ നിങ്ങളുടെ 3 മക്കളെയും കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിലെത്തിയത്. ഇവരിപ്പൊ അത് മനസ്സിലാക്കില്ലടാ അപ്പുകുട്ടാ. നിനക്കറിയാലോ, ഇവരുടെ അച്ഛൻ മരിക്കുമ്പോ രവീന്ദ്രന് 7 വയസ്സ്, രാജേന്ദ്രന് 4 വയസ്സ്. ഇവള് കൈക്കുഞ്ഞ്. തന്തയില്ലാത്ത പിള്ളേരെ പോലെയാണോ ഞാൻ ഇവരെ വളർത്തിയത്? എത്ര നന്ദമാരുണ്ടായാലും ഇത്ര നല്ല സൽസ്വഭാവത്തോടു കൂടി വളരില്ല. എന്റെ മക്കളെ പോലെ സൽസ്വഭാവമുള്ള ആളുകൾ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അത് ഭാർഗവമ്മയുടെ വൈഭവമാണെന്നാണ് നാട്ടുകാർ പറയണത്. രവീന്ദ്രന് ഇത്രയും പ്രായമായിട്ടും അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി 10 പ്രാവശ്യമെങ്കിലും ഞാൻ എഴുന്നേറ്റ് നോക്കും. അത് വേണം, പ്രായമതല്ലേ. പക്ഷെ എന്റെ മക്കള് വഴുതിട്ട് പോവില്ല. അയ്യോ, അന്ന് ഈ കാക്ക മലന്ന് പറക്കും. മോഹം കഷൂ ബഹുരം കുമജൽ ഗുണേദ്യാം. അച്ഛ, അമ്പലത്തിൽ വെച്ച് ചെവിച്ചേട്ടന്റെ അമ്മയും അനിയത്തിയും കണ്ടു. അച്ഛനെ അന്വേഷിച്ചു. ഇന്ന് ആ ചേട്ടന്റെ പിറന്നാളാണത്രേ. എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. നീ പോയി അവരുടെ സൽക്കാരം സ്വീകരിച്ചാൽ അതിന് പകരം സൽക്കരിക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് മോള് പോകണ്ട. വിളിച്ച സ്ഥിതിക്ക് പോട്ടെ മാഷേ, ഒരു സന്തോഷായിട്ട് വിളിച്ചല്ലേ, എന്നിട്ട് ചെല്ലാതിരുന്ന അത് മോശമാണ്. മൊയ്തൂന് അറിയില്ല, ഞങ്ങൾക്ക് കുറച്ച് പണത്തിന് കുറവുണ്ട്. പക്ഷെ അവരെക്കാൾ അഭിമാനികളാണ്. ഓ പിന്നെ ഒരു പിറന്നാളിന് ചോറ് കഴിക്കാൻ പോയാലല്ലേ ഞങ്ങൾ അഭിമാനം പോകാൻ പോണത്. അങ്ങനെ ചിമ്പിയാ പോകുന്ന മൂക്കാനാണ് പോട്ടെ അഭിമാനം. പോലെ ഇജ്ജ് പോയിക്കോ. മൊയ്തുക്കാ പറയുന്നത്, അതിനെ കൊണ്ട് പിന്നെ നമ്മളെ ഏറ്റു പോയിക്കോ. അപ്പേ മാഷേ, അന്തോണിയാപ്പള കുറച്ച് നെല്ല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം? പെൻഷൻ കിട്ടിയ പണമെല്ലാം തീർന്നു മൊയ്തു. പണത്തിന്റെ കാര്യം അല്ല മനസ്സാങ്ങളോട് നമ്മൾ ചോദിക്കണേ. നിങ്ങൾക്ക് നെല്ല് ആവശ്യമുണ്ടോന്ന് പറയേ. ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കണ കാര്യം നമ്മൾ ഏറ്റ്. മിണ്ടാത്തതിന്റെ അർത്ഥം നിങ്ങൾക്ക് നെല്ല് വേണോന്ന്. വല്ലാത്തൊരു പടപ്പിന്നെയാണ് നിങ്ങളെ കൊണ്ട് നമ്മൾ തോറ്റ്. ശരി, ഇന്ന് വൈകുന്നേരം ഒരു ചാക്ക് നെല്ല് ഇവിടെ വരും. അത് വാങ്ങി മുറിന്റെ അകത്തിട്ടോണ്ട്. എന്തേ പിന്നെ ചാക്കില്ല, ഞാൻ ചെയ്താൽ കൊപ്രക്കലത്തേക്ക് പോലെ അന്നെ കൊണ്ട് നമ്മൾ തോറ്റ്. എന്നെ കെട്ടി നമ്മൾ അതാവ് കണ്ടോലില്ല. പക്ഷേ ചായ വേണോ?
അല്ല പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അയച്ചോ സ്ട്രോങ് ആയിട്ട് ഡഗരിയിൽ 2 ചായ കൊണ്ടാ, ഒന്ന് മാഷിക്കും ഒന്ന് ഞമ്മക്കും. ഒന്ന് ഈ കൊടുത്ത് കുടിച്ചോ. അല്ല ഗോപൻ എത്തിയോ? ഞാൻ വിചാരിച്ചു നീ ഉണ്ണാൻ വരേണ്ട കാര്യം മറന്നുപോയി. ഞാൻ അങ്ങനെ മറക്കും അമ്മായി. അതെ, ഉണ്ണേണ്ട കാര്യമില്ലേ, കൃത്യസമയത്തിന് വരാതിരിക്കോ? എടിയടി, നീ എന്നെ വാരാണെന്ന് നോക്കണ്ട. കണ്ടോ അമ്മായി, ഇവൾക്ക് എന്നോട് ഒരു ബഹുമാനമില്ല. നിനക്ക് അവളെ ശ്വാസം നിർത്തിക്കൂടെ? അതെ അതെ, അതിനുള്ള അധികാരം കുഞ്ഞിനില്ലേ? ഒന്നില്ലെങ്കിൽ മുറപ്പെണ്ണല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നവദമ്പതിമാരാകേണ്ടതല്ലേ? അപ്പുകുട്ടാ, ആഹാരം റെഡിയാണോ നോക്ക്. ഇലയിട. ശരി ശരി. അല്ല, രാജേട്ടന് വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ പിറന്നാളാഘോഷം ഗംഭീരാകുമല്ലോ. എത്ര ദിവസത്തെ ലീവുണ്ട്? നാളെ പോകേണ്ടതാ, പക്ഷെ അമ്മ വിടുന്നില്ല. അതുകൊണ്ട് 2 ദിവസം കൂടെ തങ്ങിയേക്കും. ചിലപ്പോഴോ ഇവനെ കണ്ണു നിറയൊന്നും കണ്ടില്ല, അതിനിടയ്ക്ക് പോണെന്ന്. അറിയാടാ, എനിക്കറിയാം, നിനക്കൊക്കെ അത്രേ ഉള്ളൂ. അതിന് അമ്മ എന്തിനാ ചൂടാവുന്നത്? അമ്മ എന്ന് പോകാൻ പറയുന്നു അന്നേ ഞാൻ പോകുന്നു. പിന്നെ വേറൊരു കാര്യം, തിരിച്ച് ബാങ്കിൽ ചെല്ലുമ്പോ എന്റെ സീറ്റിൽ ആരെങ്കിലും കയറി ഇരിക്കുന്നത് കണ്ടാൽ ഞാൻ ഇങ്ങ് തിരിച്ചു പോയി ഒരു കലപ്പയും 2 കാളും റെഡിയാക്കിയേക്കും. പിന്നെ നീ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ ജീവിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. നീ കുളിച്ച് തല തോർത്തില്ലേ? തോർത്തിയത് പിന്നെ പിന്നെ തോർത്തി. നീ കൊണ്ട് കുളിച്ചിട്ട് നല്ലവണ്ണം തല തോർത്തെന്ന് പറഞ്ഞാൽ പോലും കേൾക്കില്ല. നീ കൊണ്ട് ഒന്ന് നിർത്തമ്മ. എന്തൊരു കഷ്ടമാണെന്റെ ദൈവം. അമ്മ ഒന്ന് നിർത്ത. മതിയമ്മ, ഞാൻ നല്ലപോലെ തോർത്തിയതാ. എന്റെ ഹെയർ സ്റ്റൈൽ അല്ല, ഈ നിലക്ക് അമ്മായി തല തോർത്തിക്കാൻ രാജേട്ടന്റെ ജോലി സ്ഥലത്തും പോകേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യാനാ ഗോപ, പറഞ്ഞ അനുസരണം വേണ്ടേ? ഗോപൻ എത്തിയോ? കണ്ടോ അമ്മായി, ഗോപൻ എത്തിയത് എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ. വെറുതെ അല്ല, പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ നടത്തുന്ന കാര്യത്തില് ഡിപ്ലോമയല്ലേ സാറ്? ഗോപൻ ഇരിക്കും, ഞാൻ ഇപ്പൊ നീ എവിടെ പോന്നു? പോസ്റ്റ് ഓഫീസിലേക്ക്. ഇപ്പൊ പോണ്ട, അത്യാവശ്യമായിട്ട് എഴുത്ത് പോസ്റ്റ് ചെയ്യാനുണ്ടോ? എന്ത് അത്യാവശ്യമായാലും ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി. ഞാനാ പറയുന്നത്. അണി, ചോറ് വേണം. മതി മോനെ, മതി മതി. ചേച്ചി വരി ചേച്ചി. ഇരിക്കടി അവിടെ. ചോറിനായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് പോകുന്നു. ഇരിക്കടി അവിടെ. അതെവിടെയെങ്കിലും ഓടിപ്പോകൂ. ഇവിടെ ചോറ് ഇനിയും കാണും. ഇങ്ങോട്ടിരിക്കാൻ ചേച്ചി. ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കും, അവിടെ ഇരിക്കും. വേണ്ട 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 വേണ്ട. പിറന്നാൾ സദ്യ ഉണ്ണേണ്ടത് അമ്മയും മക്കളും ബന്ധുക്കളും മാത്രം ഇരുന്നാണ്. ഇരുന്നാണേ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി അപ്പുറത്തിരുത്തി ചോറ് കൊടുക്കും. കൊണ്ടുപോ. അടുക്കളത്തുണ്ടേലേക്കല്ലേ, വെറുതെ അങ്ങനെ നോക്കി വെക്കണ്ട. അമ്മായി, ഏതായി പെണ്ണ്? ഇവിടെ അടുത്തുള്ള ഒരു വാദ്യാരുടെ മകളാ. പാവങ്ങളാ. ഞാനും കൂടെ അവിടെ. എന്ന് തുടങ്ങിയടി നിനക്ക് ഈ അനുസരണക്കേട്? അവളെ രമ ക്ഷണിച്ചതായിരിക്കും. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഊണ് കഴിക്കും. എടാ ഗോപ, പായസം വരുന്നുണ്ട്, നമുക്ക് മത്സരിച്ച് തട്ടാം. ഓ യെസ്. കുറച്ചുനേരം കൂടെ നിൽക്കട്ടോ, എല്ലാരും എണീക്കാറേ. കുറച്ചും മാറി ഇരിക്കടോ, എല്ലാരും ഉണ്ടിട്ട് ബാക്കിയുള്ളത് തരാം. മോളെ, നീ എന്താ നേരത്തെ പോകുന്നത്? അവിടെ ചെന്നപ്പോ ഉണ്ണുന്ന സമയമായിരുന്നു, അതുകൊണ്ട് വേഗം ഊണ് കഴിച്ചു പോന്നു. അച്ഛൻ ഊണ് കഴിച്ചോ? കഴിച്ചു.
അവിടുത്തെ വിഭവസമർത്ഥമായ ഊണിനേക്കാൾ രുചി ഇവിടത്തെ പച്ചവെള്ളത്തിനാ, അല്ലേ മോളെ? മാസ്റ്റർ എവിടെ? പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വിമലയോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ? അതൊന്നും കാര്യമാക്കണ്ട. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റി അമ്മ ചിന്തിക്കാറില്ല. ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. ആ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഗംഭീരമായി ഒരു പിറന്നാൾ ആഘോഷിക്കാം. അല്ല, ഇതാര്? നായരുട്ടിയോ? നിങ്ങൾക്ക് എന്താണ് മോന്തിക്കുരിപ്പിന് ഇവിടെ? ഞാൻ മാസ്റ്ററെ കാണാൻ വന്നതാ. ആ, എന്നിട്ട് നിക്കാഹിന്റെയും പിറന്നാളിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കേട്ടല്ലോ. അതാർക്കാ? വയസ്സ് കാലത്ത് മാഷക്കാ? അത് അത് വേണ്ട 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 വേണ്ട. നായരുട്ടി അങ്ങനെ വീണേർത്ത് കിടന്നു ഉരുളണ്ട. ഓക്കെ നായരുട്ടിയെ, അന്റെ പ്രായം ചവിട്ടി കടന്നിട്ട് തന്നെയാണ് ഈ മൊയ്തുട്ടി താടിയും തലയും നരച്ചുപിടി എത്തിക്കുന്നത്. കല്യാണം കഴിക്കാൻ പ്രായമായ ആണും പെണ്ണും കൂടി നിക്കാഹിന്റെ കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ ഇക്കുമത്തി നമുക്ക് പിടികിട്ടും. ഇത് നമ്മൾ തുറന്നു പറയേ. എന്തേ? ഞങ്ങൾ തമ്മിൽ മോഹബത്ത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ അമ്മേനോട് പറയാം, അമ്മ നമ്മൾ മോഹബത്തപ്പെട്ടിരിക്കണേന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ മാസ്റ്ററോടും പറയാം. എന്നിട്ട് 4 ആളെ കൊണ്ട് പറയിപ്പിക്കാണ്ട് വേഗം കല്യാണം കൊണ്ട് കഴിക്കാം. എന്തേ? അമ്മയോട് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് മറ്റാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുന്നതല്ലേ. എന്നാ നമ്മൾ പറയണോ? ഇവിടുത്തെ മാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കണോ? അച്ഛൻ സമ്മതിക്കില്ല. സമ്മതിക്കൂലേ? ആര് കൊണ്ട് സമ്മതിക്കൂല? എനക്കാ പിടിയുള്ളത്. നമ്മൾ സമ്മതിപ്പിച്ചുതരാം. ആ ആ, എന്നാ നായരുട്ടി നടക്കുകയും ചെല്ലി. എന്താ ചൂട്ട് വേണോ? വേണ്ട. ആ, എന്നാ ചെല്ലി ചെല്ലി. നമ്മളെ ഇതൊക്കെ ഉണ്ട് വാങ്ങി വെക്ക്. ഇത് ശർക്കര, ഇത് മുളക്, ഇത് ചിമ്മേണ്ണയാണ്. സൂക്ഷിച്ചെടുക്കണം, മനസ്സിലായോ? കിലോ ലിറ്ററിന് 4 റുപ്യാണ് വില. കടൽ ഉണങ്ങിപ്പോയിന്നുണ്ട്, മീനൊന്നും കിട്ടിയിട്ടില്ല. ഐശോ, എന്റെ പിയ്യാപ്പിള വരികയാണ്.